ഇന്നൊരു സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. സാമ്പാർ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഇത് ആലപ്പുഴ ഹരിപ്പാട് സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ സാമ്പാറാണ്. ഇതിന് വറുത്തരച്ച സാമ്പാർ എന്ന് പറയും. അത് എല്ലാ സാധനങ്ങളും വറുത്തിട്ടരയ്ക്കുന്നത്, മുളകും മല്ലിയൊക്കെ വറുത്തരയ്ക്കുന്നത്, കായമൊക്കെ വറക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ഒരു നേരത്തേക്കുള്ളത് വേണമെങ്കിലും വറുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ പൊടിച്ച് വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ എടുക്കുന്നതെന്ന് കാണിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലോട്ട്. ഒരു അര സ്പൂൺ തന്നെ കഷ്ടിച്ച് മതി. ഇതിലോട്ട് ഈ മുഴുവൻ കായ ഞാൻ ചേർക്കുന്ന, ഈ മുഴുവൻ കായം ചേർത്ത് വറക്കുന്നത് ഇതിൻ്റെ സ്വാദ്. ഇതിന് ഞാൻ മുറിച്ചെടുത്തത് കട്ടക്കായ, ഇതാദ്യം ഇടുന്ന. ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരണം. ഈ കായത്തിൻ്റെ മണം വേറെ പൊടിക്കായത്തിന് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഈ മുഴുവൻ കായം ചേർക്കുന്ന. ഇത് 1 കപ്പ് തോമരയ്ക്കുള്ള, അതായത് ഈ ഒരു കപ്പിന് 1 കപ്പ് തോമരയ്ക്കുള്ളത്. ഇപ്പം ഈ കായ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ പീസായിരുന്നു, അതിൻ്റെ ഡബിൾ സൈസായി. ഇതൊരു വലിയ കപ്പ് തോമരയ്ക്ക് ഇത്രയും കായം വേണം. പിന്നീട് 3 ടേബിൾ സ്പൂൺ മല്ലി ഇങ്ങനെ നിറച്ചെടുക്കണം. ഈ മല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇതൊരു 1 മിനിറ്റ് കഷ്ടിച്ച് മൂത്താൽ മതി. അധികം മൂത്ത് പോകരുത്. മല്ലി മൂത്ത് പോയാൽ പിന്നെ അതിൻ്റെ മണമൊക്കെ പോകും. എന്നാൽ ചെറുതായിട്ടൊന്ന് മൂക്കുക വേണം. ഇപ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട്. ഒരു ഏകദേശം കഷ്ടിച്ചൊരു മിനിറ്റ് ഞാൻ വറുത്തുള്ളൂ. ചെറിയ തീയില. ഒരു 5 വറ്റൽമുളക്. ഈ വറ്റൽമുളക് ഒന്നിങ്ങനെ ഇങ്ങനെ വീർത്ത് വരുമല്ലോ, ഇങ്ങനെ ഇത്രയും മാത്രം. വറ്റൽമുളക് ഒരു ചെറിയ തീയിലൊരു കഷ്ടിച്ചൊരു മിനിറ്റ് തന്നെ വേണ്ട, അതിന് മുമ്പ് നോക്കും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ഒന്ന് മൂക്കണം. ഈ മുളകിൻ്റെ കൂടെ കിടന്ന് മൂക്കുന്നതും. ഈ മുളകൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കരിയാതിരിക്കണം, ചെറിയ ഫ്ലെയിം ആയിരിക്കണം. ഇത് ഏകദേശം ഒരു മിനിറ്റ് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത്. പിന്നെ ഉലുവ ഒരു നുള്ളു മതി, ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് ഇത് 1/4 ടീസ്പൂൺ തന്നെ ഇല്ല, ഒരു നുള്ളു ഉലുവ മതി. ഉലുവയിൽ കടുവറക്കാനും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് പിന്നെ കൂടുതലായാൽ കഴിക്കും. ഇനി ഈ ചൂടിലിരുന്നാൽ മതി. ഇതൊരു 30 സെക്കൻഡ്, 1 മിനിറ്റ് ഒന്നും നിർത്തില്ല. എൻ്റെ ഇതെല്ലാം കൂടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ മൂത്തിട്ടുണ്ട്. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക. ഇത് ആറിക്കഴിയുമ്പോൾ
പൊടിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് മാത്രം എടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം. പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാതെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. കായം മൈക്രോവേവിൽ മൂത്ത് വരുവാണെങ്കിൽ എണ്ണ ഇല്ലാതെ മൂപ്പിക്കാൻ ചിലപ്പം, എന്നാലും ശരിയാവും തോന്നും. ഇത്രയും സാധനങ്ങളാണ് ട്രഡീഷണൽ സാമ്പാറിന് വേണ്ടത്. ഇവിടെ അങ്ങോട്ട് ആ സൈഡിൽ, ആലപ്പുഴ സൈഡിലൊന്നും തേങ്ങ ചേർക്കാറില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കായവും മല്ലിയും ഉലുവയും മുളകും കരിവേപ്പിലയും. ഇത് ആറിക്കഴിയുമ്പോൾ പൊടിക്കാം. പിന്നെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ: ഒരു ചെറിയ സവാള, ഈ ഒരു കപ്പ് തുമരയ്ക്കുള്ളതാണ് ഇത്. ഒരു ചെറിയ സവാള, ഒരു 7-8 ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, ഒരു വലിയ മുരിങ്ങയ്ക്കയുടെ പകുതിയാണ്, ഒരു 5 പീസ്, 2 ചെറിയ കത്തിരിക്ക, ചെറിയൊരു ഉരുളക്കിഴങ്ങ്, ഞാനിത് ഒരു വലുതിൻ്റെ പകുതി എടുത്തിരിക്കുന്ന. ഇത് കുമ്പളങ്ങ. വെള്ളരിക്കയെക്കാട്ടിലും ചേരുന്നത് കുമ്പളങ്ങ ഇല്ലെങ്കിൽ നമ്മൾ സാമ്പാറിലിടുന്ന വെള്ളരിക്ക ചേർത്താൽ മതി. ടൊമാറ്റോ, പിന്നെ പച്ചമുളക് പഴുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് സാമ്പാറിന്. ഇതൊരു 3 പച്ചമുളകുണ്ട്. ഇത്രയും സാധനങ്ങളാണ് സാമ്പാറിന് വേണ്ടത്. പിന്നെ വെണ്ടയ്ക്ക ഇടും. വെണ്ടയ്ക്ക അവസാനം ഇടത്തുള്ളൂ. പുളി ചേർക്കുമ്പോൾ, സാമ്പാറിൻ്റെ പുളി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കും. പുളി ഇത്രയും ഒരു ചെറിയ പീസ് പുളി ഇത് വെള്ളത്തിൽ കുതിർക്കും. ഒരു നെല്ലിക്കയുടെ ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും മതി. അത് തന്നെ പുളി കൂടാതിരിക്കാൻ നോക്കണം. കുറച്ച് പുളി വേണം സാമ്പാറിന്, പക്ഷെ കൂടുകയും ചെയ്യരുത്. സാമ്പാറിന് പുളി കൂടിയാൽ പിന്നെ അതിൻ്റെ സ്വാദെല്ലാം പോകും. ഇതിൽ ഒരു കപ്പ് തോമര ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ ആരും ചെയ്യാറില്ല. ഞാൻ എളുപ്പത്തിലുള്ള കുക്കറിലാണ് ഇത് വെക്കുന്നത്. ഈ കുതിർത്ത പരിപ്പിൻ്റെ കൂടെ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഒരു വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ വയ്ക്കുമ്പോൾ കാണിക്കും. പ്രഷർ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുമ്പോൾ കാണിക്കും. ഇത് കുതിർത്ത പരിപ്പായത്. സാധാരണ കുക്കറിലല്ല വയ്ക്കുന്നത്. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നത്. എല്ലാത്തോട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇടാം. ഈ കത്തിരിക്കയും ഉരുളക്കിഴങ്ങും കുതിർത്ത് വെച്ചിരിക്കുക. വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് വെച്ചിരിക്കുക. പിന്നെ ചെറിയ ഉള്ളി, സവാള, ടൊമാറ്റോ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഇപ്പം ഇട്ടിരിക്കുക. ഇത് നഗക്ക വെള്ളം, ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. കല്ലുപ്പ ചേർക്കുന്ന, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ ചേർക്കാൻ. അത് പിന്നെ പുളിവെള്ളം ചേർക്കുമ്പോൾ കാണിക്കും. ഇതൊരു ഒരു വിസിൽ വരുന്നത് വരെ അപ്പോൾ ഓഫ് ചെയ്യും. എന്നിട്ട് ആറി കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. ഇപ്പോൾ പുളി കുതിർക്കാൻ വേണ്ടിയിട്ടിരിക്കുക, ഒരു ചെറിയ പീസ്. ഇത് വേകുമ്പോഴത്തേക്ക് പുളി കുതിർന്നോളൂ. പിന്നെ കടുക് വറുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ സാമ്പാർ പൊടി ചേർത്ത്, പിന്നെ ഈ കുക്കറിലുള്ള കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുമരയും കൂടെ അതിലോട്ട് ഒഴിക്കും.
ഇതാ ഇപ്പോൾ കാണിച്ച ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഇങ്ങനെ ഇരിക്കുന്ന ഇത് 1 കപ്പിനുള്ളത് അളവായി ഇപ്പോൾ കാണിച്ച് ഒരു വലിയ കപ്പ് നിറച്ച് ഉള്ള തുമരയ്ക്കുള്ള സാമ്പാർ പൊടി. ഇത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാൻ വേണമെങ്കിൽ, അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് വറക്കരുതെന്നുള്ളതേ ഉള്ളൂ. പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ അഥവാ വെളിച്ചെണ്ണ ചേർത്ത് വറക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കണം, അത്രയേ ഉള്ളൂ പൊടി. പ്രഷർ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഓഫ് ചെയ്യുക. ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട്, ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്നാൽ മതി. തുറന്നു കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതൊരു പ്രഷർ വരുന്നവരെ വേവിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കഷ്ണങ്ങളൊന്നും വെന്ത് കലങ്ങിപ്പോയിട്ടില്ല. അതെ, ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ പരിപ്പ് വേവുകയും ചെയ്തു. കുമ്പളങ്ങയുടെ പീസൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് കടുവറുത്തിട്ട് ഒന്ന് തിളപ്പിക്കും, അത്രേ ഉള്ളൂ. പുളിവെള്ളം വറ്റി കഴിയുമ്പോൾ ഇത് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കും, കാണിക്കാം. ആദ്യമേ കടുവറക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ മൂക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക്, കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 4 വട്ടത്തിലരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ടത്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതായിട്ടിരിക്കുന്ന. ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് പുളി കുറച്ചേ ചേർക്കാവുള്ളൂ. പുളി കൂടിപ്പോകാതെ നോക്കണം, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഈ പുളിവെള്ളത്തിലോട്ട് ഈ സാമ്പാർ പൊടി പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലുള്ളത് കഴുകി ഇങ്ങോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ചേർക്കാം. പുളി ചേർക്കുമ്പോഴാണ് വെണ്ടയ്ക്ക ചേർക്കുന്നത്. ഇത് കുറച്ച് സമയം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ പുളി ചേർത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയം തിളച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ സാമ്പാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് കുറച്ച് സമയം ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ചാൽ മതി. അരപ്പിൻ പുളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത്രയും സമയം വെണ്ടയ്ക്ക വെന്താൽ മതി. പുളിവെള്ളത്തിൽ കുറച്ച് സമയം കിടന്നതാണ് വെണ്ടയ്ക്ക. അപ്പം വെന്തിട്ടുണ്ട് വെണ്ടയ്ക്ക. ഒരു 2 മിനിറ്റ് ആയി. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റായി. സാധാരണ സാമ്പാർ പോലെ തന്നെ നല്ല സ്വാദായിട്ടിരിക്കും.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഈ എളുപ്പ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണം. കമൻസ് അറിയിക്കണം. ഈ സാമ്പാർ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡായിരുന്നു ഇത്. കമൻസ് അറിയിക്കണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം. താങ്ക് യു.